ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സുറിയാനി സഭയും കരിസ്മാറ്റിക് രീതികളെയും കുറിച്ചാണ്. ഈ അടുത്തിടയ്ക്കായി ഈ യാക്കോബായ സഭയിലെ പല ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ കണ്ടുവരുന്ന രീതിയാണ് തൂത്തുകുട്ടിയിലും സെൻറ്റ് പോൾസ് മിഷൻ സെൻറ്ററിലും ഒക്കെ കരിസ്മാറ്റിക് രീതികൾ ആണ് അവർ ചെയ്യുന്നത്. POC ബൈബിളാണ് അവർ ഉപയോഗിക്കുന്നത്. തൂത്തുകുട്ടിയിലെ അച്ഛന്മാരും റമ്പാന്മാരും ഒക്കെ POC കത്തോലിക്കരുടെ ബൈബിളാണെങ്കിൽ നമുക്കൊരു തിരന്തമുണ്ട്. അപ്പോൾ നമ്മൾ സുറിയാനി സഭ മക്കളാണ്. അപ്പോൾ ആ സഭയ്ക്ക് ചേർന്നതായിട്ടുള്ള വിശ്വാസത്തിലും അതുപോലെ തന്നെ എഴുതി കൈമാറി കിട്ടിയ സത്യവിശ്വാസങ്ങൾ അടുത്ത തലമുറയ്ക്കും കൂടെ പകർന്നു കൊടുക്കുക. പെന്തിക്കോസ് കൾട്ട് രീതികളൊക്കെ സഭയിൽ നിലനിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമായ സത്യമാണ്. ഒരു 100% യാക്കോബക്കാരെടുത്താൽ നമ്മളൊരു 30% അങ്ങനെ പെന്തിക്കോസ് രീതിയിലൊക്കെയാണ് അവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസങ്ങളും ആരാധനാക്രമങ്ങളും നമസ്കാരങ്ങളും അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെയാണ് ഒരു സുറിയാനിക്കാരൻ്റെ ഉത്തമമായ ജീവിതം. സഭയുടെ പാരമ്പര്യവും സഭയുടെ വിശ്വാസം അത് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. സുറിയാനി സഭയുടെ പാരമ്പര്യം വിശ്വാസം അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുക. പെന്തിക്കോസ് കൾട്ട് ധ്യാന കേന്ദ്രങ്ങളിലും ദാനിയേൽ പൂർണ്ണത്തിൽ എന്ന വൈദികരുടെ ധ്യാനങ്ങളിലും ഒന്നും നമ്മൾ പോകാതിരിക്കുക. അതൊക്കെ ഒരു കരിസ്മാറ്റിക് കൾട്ടിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സഭയ്ക്കൊരു പൈതൃകവും പാരമ്പര്യവും ഉണ്ട്. അത് കാത്തു സൂക്ഷിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അവരുടെയൊക്കെ വിചാരം എന്ന് പറയുമ്പോൾ കൈകൊട്ടി പ്രാർത്ഥിക്കുക, അല്ലെ തുള്ളിച്ചാടുക, അന്യഭാഷ പറയുക, അതൊക്കെയാണ് അവരതൊക്കെയാണ് വിചാരം. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ കയറുമെന്നാണ് അവരുടെ വിചാരം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമുക്കൊരു പാരമ്പര്യം പൈതൃകവും ഉണ്ട്. ആ വിശ്വാസ ജീവിതത്തിൽ നമ്മളെല്ലാവരും ജീവിക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, സഹായിക്കുക എന്നൊക്കെയാണ് നമ്മുടെ ജീവിതം. ഇങ്ങനായി തീരണം എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ തുള്ളിച്ചാടുക, അന്യഭാഷ പറയുക, ഇതൊക്കെ ഒരു തരം ലോജിക്കില്ലാത്തൊരു കാര്യങ്ങളാണ്. നമ്മൾ ആലോചിച്ച് ഇതിനൊന്നും ഒരു അർത്ഥവും ഇല്ലെന്ന് നമുക്കത് മനസ്സിലാവും. പക്ഷേ അത് മനസ്സിലാക്കാൻ കഴിയാത്തവരും ഈ സഭയിലുണ്ട്. അതുകൊണ്ട് സുറിയാനി സഭയ്ക്ക് യോഗ്യമായ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക, സത്യവിശ്വാസം അടുത്ത തലമുറയ്ക്കും കൂടെ പറഞ്ഞു കൊടുക്കുക. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.